ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. PSC പരീക്ഷയിൽ സാധാരണ ചോദിക്കുന്നൊരു ഭാഗമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. അതല്ലെങ്കിൽ ചില രോഗങ്ങൾ തന്നിട്ട് അത് ഏതിലൂടെയാണ് പകരുന്നതെന്ന് വേണമെങ്കിൽ ചോദിച്ചിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു കോഡിലൂടെ എങ്ങനെ ഓർത്തു വയ്ക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോഡിലൂടെ പഠിക്കാം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വളരെ രസകരമായതും വളരെ എളുപ്പം ഓർത്തു വയ്ക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു കോഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കോഡ് ഇങ്ങനെയാണ്: കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. കോഡ് ഇങ്ങനെയാണ്: കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ഈ കോഡിൻ്റെ അടിയിൽ വരയിട്ട വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കുറേ ചിക്കനും ക്ഷയിച്ച പന്നി ഡിഫ്തീരിയ വാസു സാറിന് ചുമലിൽ 5 ഇൻമുണ്ട്. ഇത്രയുമാണ് ഈ കോഡിൻ്റെ പ്രധാനപ്പെട്ട ഓർത്ത് വയ്ക്കേണ്ട ഭാഗം. അപ്പോൾ അത് ഈ രസകരമായ കോഡ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കോഡ് എങ്ങനെയാണ്? കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. എങ്ങനത്തെ ചിക്കനെ കഴിച്ച്? കുറേ ചിക്കൻ. നമ്മൾ സാധാരണ പ്രാദേശിക പദമായിട്ട് നിറയെ എന്ന അർത്ഥം വരുന്നൊരു പ്രാദേശിക പദമാണ് കുറേ എന്നത്. ആ കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട് എന്നതാണ് കോഡ്. ഈ കോഡിൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി പരിശോധിക്കാം. കുറേ എന്നത് കൊറോണ. ഇപ്പോൾ പുതുതായി വന്ന ഒരു കാണപ്പെടുന്ന രോഗമാണ് കൊറോണ. അടുത്ത് ക്ഷയം. ക്ഷയിച്ച പന്നി പറയുമ്പോൾ ക്ഷയം. കൊറോണ, ചിക്കൻ ബോക്സ്, പന്നിപ്പനി, ഡിഫ്തീരിയ തന്നെയാണ്. വാസു എന്നുള്ളത് വസൂരി, സാർസ്, ചുമ, വില്ലൻ ചുമ, 5 അഞ്ചാം പനി, ഇൻഫ്ലുവൻസ, മുണ്ടിനീര്. അപ്പോൾ എന്താണ് കോഡ്? കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷനുമുണ്ട് പറയുമ്പോൾ മുണ്ടിനീരാണ്. കണ്ടോ? അപ്പോൾ കോഡ് ഒന്നുകൂടി നോക്കൂ. കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. കൊറോണ, ക്ഷയം, ചിക്കൻ ബോക്സ്, പന്നിപ്പനി, ഡിഫ്തീരിയ, സാർസ്, ചുമ, വില്ലൻ ചുമ, 5 അഞ്ചാം പനി, ഇൻഫ്ലുവൻസ, മുണ്ടിനീര്. ഇത്രയുമാര് ആ കോഡിൽ അടങ്ങിയിരിക്കുന്ന രോഗങ്ങൾ. വളരെ രസകരമായിട്ടുള്ള കോഡാണ്, ഓർത്തു വയ്ക്കുക നന്നായിട്ട്. കുറേ ചിക്കനും ക്ഷയിച്ച പന്നിയും കഴിച്ച് ഡിഫ്തീരിയ വന്ന വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട് എന്നതാണ് കോഡ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അധിക വിവരങ്ങളൊന്ന് പരിശോധിക്കാം. വസൂരി അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം സൊമാലിയാണ്. വസൂരി അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം എവിടെയാണ്? സൊമാലിയ. 1977 സൊമാലിയയിൽ വസൂരി രോഗം അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇനി അടുത്തത് മീസൽസ് എന്ന രോഗം 5ആം പനി, റുബല്ല, മോർബില്ലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മീസൽസ്, 5ആം പനി, റുബല്ല, മോർബില്ലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്, പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് H1N1 ആണ്. പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് H1N1 ആണ്. ഇത്രയുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.